ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ ബാക്കിയുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു യമനി റൊട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ലെയറോട് കൂടിയിട്ടും പൊറോട്ടേനേക്കാളും ചപ്പാത്തിനേക്കാളും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാ ഇത് ചെയ്യാന്ന് നോക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വേവിച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് റൈസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തവിട് നിറത്തിലുള്ള അരി വേണമെങ്കിലും മട്ട റൈസ് വേണമെങ്കിലും എല്ലാം ഇടാവുന്ന കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, തരികളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് കൂടാതെ ഇതിന്റെ കൂടെ വേണ്ടത് മൈദയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്. മൈദ ഒരു 2 കപ്പാണ്. അപ്പോൾ 1 കപ്പ് ചോറിന് 2 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളം ഇത് തന്നെ മതിയാവും. ഇതിലേക്ക് ഇനി ഒറ്റ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അധികമായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് കുറച്ച് ഹാർഡ് ആയിട്ടാണ് ഇത് കിട്ടേണ്ടത്. എന്നിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 2, 3, 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ എറിഞ്ഞ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് കുറച്ചൊന്ന് ഹാർഡാണ്, എന്നാൽ ഭയങ്കര സോഫ്റ്റും അല്ല. എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ചിട്ട് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ അരമണിക്കൂർ വെക്കേണ്ടത് മാത്രമേ ഉള്ളൂ, വേറെ ഇനി റെസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ പൊറോട്ട ചെയ്യുന്നത് പോലെ ഭയങ്കരമായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, അധികം നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഡോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഡോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തിയില് കുറച്ച് ഓയിൽ ഒന്ന് പരട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ മുറിച്ചെടുക്കാം. ഞാനൊരു 7 ബോൾസ് ആക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ഇനി മുറിച്ചെടുത്ത ഓരോന്നും ഓരോ ബോൾസ് ആക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പൊറോട്ടയുടെ അത്ര നല്ല കുഴ ഇതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് സാധാ രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അങ്ങനെ എല്ലാ ബോളും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ചും കൂടി പൊടിയിട്ടതിന് ശേഷം ഓരോ ബോൾസ് ആക്കി വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ആക്കി പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പൊ പരത്താൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം, ആ ലെയറുകൾ വരുന്നതിന്റെ ടെക്നിക്ക്. നമുക്ക് ആദ്യം തന്നെ മുകളിൽ ഇങ്ങനെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. അതിന്റെ മുകളിൽ മൈദ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലെയർ ഇങ്ങനെ വിട്ടു വരില്ല. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മടക്കുമ്പോഴും നമ്മൾ ഓയിലും മൈദയും സ്പ്രെഡ് ആക്കി കൊടുക്കണം. എന്നാലാണ് നമുക്കൊരു 4-5 ലെയർ ഒക്കെ ഈ റൊട്ടിക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മടക്കിയെടുക്കണം. എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കണം. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊറോട്ടയൊക്കെ ഒരുപാട് നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചാലാണ് അതിൻ്റെയൊക്കെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റൊട്ടിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് എത്ര തിന്നാക്കി പരത്താമോ അത്രയും തിന്നാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക്
തവ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ റൊട്ടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ മുകൾ ഭാഗം ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അപ്പോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ കയ്യിലുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ അതിന്റെ ലെയറുകളെല്ലാം നന്നായിട്ട് വിട്ടും കിട്ടുള്ളൂ, ഉള്ളൊക്കെ നന്നായി വേവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞും പോകും, ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറങ്ങലിച്ച് പോലെ ആവും. അപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ റൊട്ടി ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇപ്പൊ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിച്ചാലും നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അങ്ങനെ എല്ലാ റൊട്ടിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. നമ്മൾ ചോറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെയാണ് ആ സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും സോഫ്റ്റ്നെസ്സിലും ഇത്രയും ലെയറോട് കൂടിയും ഇതുവരെ നിങ്ങൾ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ കൂടെയാണ് ഇത് സെർവ് ആക്കുന്നത്. ഞാൻ ഒരുപാട് കറികളുടെയൊക്കെ വീഡിയോ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. ബൈ.